ഈ കാണുന്നതാണ് രാമന്തളി കടവ്. പണ്ട് ഈ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കും. ആ ടൈം എന്ന് പറയുന്നത് ഒരുപാട് മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നേരെ ഇവിടെ വരും, തോണി കയറും, അക്കരെയുള്ള ദ്വീപിലേക്ക് ഒരു യാത്രയാണ്. ഇപ്പം ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലാണെങ്കിലും അപ്പുറമുള്ള ദ്വീപ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലാണുള്ളത്. ആ ദ്വീപിനപ്പുറം കടലാണ്. പണ്ട് എൻ്റെ കൂടെ തോണിയിൽ യാത്ര ചെയ്യാനുണ്ടാവുക നമ്മുടെ അതേ ജാതകദോഷമുള്ള കുറച്ച് നാട്ടിലെ സുഹൃത്തുക്കളുണ്ടാവും, ചങ്കുകൾ. അവരാണ് കൂടെ ഉണ്ടാവുക. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആ നാട്ടിലുള്ള ആ ഒരു ദ്വീപിലുള്ള കുറച്ച് നാട്ടുകാരാണ്. അങ്ങനെ നമ്മൾ നല്ല വെയിലൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ചെറിയൊരു എഞ്ചിൻ വെച്ച വള്ളത്തിൽ അക്കരയ്ക്കുള്ള ഒരു യാത്രയിലാണ്. അങ്ങനെ നമ്മൾ അക്കരെ എത്തി. ഈ കാണുന്ന ചായക്കട ഉണ്ടല്ലേ നിങ്ങൾ, ഇവിടെ പണ്ടൊരു ഓലമേഞ്ഞ ചായക്കട ഉണ്ടായിരുന്നത്. അവിടെ നല്ല പുകച്ചായയും കേക്കൊക്കെ കിട്ടും. അതായത് ഈ ഓല കൊണ്ട് കത്തിച്ച് ചായ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുകച്ചോയൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ കടലൊക്കെ കണ്ട് ഈ ഒരു സ്ഥലത്ത് ഈ ഒരു ഓർമ്മ എത്തുമ്പോൾ, ഈ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ പഴയ ചങ്കുകൾക്കൊക്കെ, അല്ല ഇന്നവരുണ്ട്, അവർക്ക് ഒരു ഓർമ്മ വരും ഈ കാര്യങ്ങളൊക്കെ. ഈ റോഡൊക്കെ പണ്ട് ഉണ്ടായിരുന്നില്ല, ഇത് ഈ അടുത്ത കാലത്ത് വന്നതാണ്. തയ്യിൽ സൗത്ത് റോഡാണ് ഇത്. ഏതാണ്ട് 2023-24 ടൈമിലൊക്കെ വന്ന റോഡാണിത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള സമയമായി. തോണി ഇപ്പോൾ എന്നെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ഒറ്റക്ക്. അപ്പോൾ തോണി ഞാനും പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, ബൈ.